പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ ഏക പ്രതി ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അവസാന നടപടിക്രമങ്ങളിലേക്ക് കടന്ന കോടതി വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റം ചെയ്ത കുറ്റവാളിക്ക് നിയമസഹായ വേദി ശിക്ഷയെക്കുറിച്ച് കൗൺസിലിംഗ് നൽകി. ഇതിനോടുള്ള ചെന്താമരയുടെ പ്രതികരണം അടക്കം ഉൾപ്പെടുത്തി കൗൺസിലിംഗ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. അല്പസമയത്തിനകം റിപ്പോർട്ടിന്മേൽ വാദം ആരംഭിക്കും. ഇതിനുശേഷമായിരിക്കും ശിക്ഷാവിധി പറയുക. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് കോടതി വളപ്പിൽ നിന്നും. അരുൺ, എന്താണ് ഇന്ന് സംഭവിച്ചത്? കൗൺസിലിംഗിലൂടെയൊക്കെ എന്താണ് ചെന്താമര വെളിപ്പെടുത്തിയിട്ടുണ്ടാകുക? ശിക്ഷാവിധി എപ്പോഴാകും? ഒപ്പം ഈ റിപ്പോർട്ടിന്മേൽ എപ്പോഴാകും അരുൺ വാദം ആരംഭിക്കുക? അശ്വതി, ഇപ്പോൾ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് അഥവാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ചീഫ് ലീഗലി ഡിഫൻസ് കൗൺസിൽ അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചീഫ് ലീഗലി ഡിഫൻസ് കൗൺസിൽ എന്നീ രണ്ടുപേരുടെ റിപ്പോർട്ട് മുദ്രവെച്ച കവറിലാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഒരു റിപ്പോർട്ടിന്മേൽ വാദം ആരംഭിക്കുമെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ കണ്ടതാണ്. പ്രധാനമായിട്ടും ഈ ചെന്താമരയുടെ വിധിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള വിധിയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോട് നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിൽ ആദ്യം ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. ആ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്നലെ ആ കുറ്റക്കാരനാണെന്നുള്ള വിധിയിന്മേലുള്ള വാദം നടന്നു. പ്രതിഭാഗമാണെങ്കിലും അതുപോലെ തന്നെ പ്രോസിക്യൂഷൻ ആണെങ്കിലും ഒക്കെ ആ ഒരു വാദത്തിൽ പ്രോസിക്യൂഷൻ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയായിരുന്നു. അതിനൊപ്പം തന്നെ പ്രതിഭാഗം വധശിക്ഷ നൽകരുത് എന്നുള്ള വാദവും ഉന്നയിച്ചിരുന്നു. തുടർന്നാണ് ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ സമർപ്പിക്കുന്നതിന് വേണ്ടി ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചത്. ഏതായാലും ഇന്നിപ്പോൾ ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ റിപ്പോർട്ടിന്മേലുള്ള വാദം അല്പസമയത്തിനകം തന്നെ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ആരംഭിക്കും. ആ റിപ്പോർട്ടിന്മേലുള്ള വാദത്തിന് ശേഷമായിരിക്കും എന്നാണ് ഈ കേസിലെ ശിക്ഷാവിധി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കുക. ഇന്ന് ഉണ്ടാവാനുള്ള സാധ്യത തീരെയില്ല എന്നുള്ളത് തന്നെയാണ്. ചെന്താമരയെ ഉൾപ്പെടെ ഇന്നിപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാക്കിയാൽ മതി എന്നുള്ളതാണ് കോടതി അറിയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇന്ന് ആ ശിക്ഷാവിധി എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകുന്നതിലേക്കുള്ള സാധ്യതകൾ കാണുന്നു എന്നുള്ളതാണ്. കാരണം ഈ മിറ്റിഗേഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയൊക്കെ സമർപ്പിക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ പ്രതിക്ക് എന്താണ് ശിക്ഷ, ആ ശിക്ഷകൾ ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷയാണ് എന്നൊക്കെ തുടങ്ങിയ ഈ കാര്യങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്തുന്ന സമയത്ത് പ്രതി ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ജില്ലാ നിയമസഹായ വേദിയുടെ റിപ്പോർട്ടിൽ ഉള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ഏതായാലും ഈ വാദം ആരംഭിക്കുമ്പോൾ കോടതിയിൽ ചർച്ചയാവും. അതിനുശേഷം ഏതായാലും എപ്പോഴായിരിക്കും ശിക്ഷാവിധി എന്നെ സംബന്ധിച്ച് ഒരു കൃത്യമായി കോടതി അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയും. നാളത്തേക്കായിരിക്കുമോ അതല്ലെങ്കിൽ തിങ്കളാഴ്ചയ്ക്കോ മറ്റോ മാറ്റിവെക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ലഭിക്കണം. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ റിപ്പോർട്ടിന്മേലുള്ള വാദം കോടതിയിൽ ആരംഭിക്കും. തീർച്ചയായും അരുൺ, വിവരങ്ങൾ വ്യക്തമാണ്. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലാണ് ഇത്തരത്തിൽ ഏകപ്രതി ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി വൈകും അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ വൈകുമെന്നുള്ള വിവരം ലഭ്യമാകുന്നു. ഇന്ന് മിറ്റിഗേഷൻ റിപ്പോർട്ടിന്മേലുള്ള വാദമാണ് നടക്കുക. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ പാലക്കാട് നിന്നും പങ്കുവച്ചത്.